ഹലോ, അസ്സാം വലൈക്കും. നമുക്കിന്നൊരു സ്നാക്സ് ഉണ്ടാക്കാം. ക്രോക്കറ്റൈസ് ഉണ്ടാക്കാം. അതിന് ബോൺലെസ് ചിക്കൻ വേണം, ചെസ്റ്റ് പീസ് വേണം. ഇവിടെ ചെസ്റ്റ് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇന്നലെ പാല കഴുകി എടുത്തിട്ട് വരാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: പിന്നെ ബട്ടർ വേണം, പ്രസ്ഡ് ചീസ് വേണം, പാല് വേണം, പിന്നെ ഉള്ളി വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, മൈദ വേണം, പച്ചമുളക്, മല്ലിച്ചപ്പൽ. ഇത്ര സാധനം ഇതിനാവശ്യം. ഇതെല്ലാം കട്ടാക്കിയിട്ട് എടുക്കേണ്ടത്. ചിക്കന് ഉപ്പും കുരുമുളകും കുറച്ച് വെള്ളം കൂട്ടിയിട്ട് പാൽ വേവിച്ചിട്ടെടുക്കാം. ഒരു 3/4 ഭാഗം വേവിച്ചാൽ മതി. മിക്സിയിൽ ക്രഷ് ആക്കിയിട്ട് എടുക്കാനുള്ളത്. തണ്ണിട്ടാകുമ്പോൾ ഞാനിതാ മിക്സിയിൽ ക്രഷ് ആക്കിയിട്ട് നല്ല പാൽ ചിക്കി എടുത്തിട്ടുണ്ട്. ഒരു പാന് ചൂടാൻ വെക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിലും പിന്നെ ബട്ടർ ഒഴിക്കണം. ബട്ടർ ജാസ്തിയും ഓയിൽ കുറച്ച് ഇട്ടാൽ മതി. ബട്ടറിൻ്റെ സ്മെല്ല് വരണം. ബട്ടർ മെൽട്ടായിട്ടാകുമ്പോൾ ഇതിൽ ഉള്ളി കട്ടാക്കിയിട്ട് ഇടാം. ഉള്ളി ചെറുങ്ങനെ കട്ടാക്കണം, ചെറിയ പിടിയാണ് കട്ടാക്കണം. ചോപ്പറിലിട്ടൊക്കെ നല്ലത്. പിന്നെ അതിൽ ചെറുങ്ങനെ കട്ടാക്കിയ പച്ചമുളക്, എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇടാം. എന്നിട്ട് വഴറ്റാം. ഒരു ഉള്ളീൻ്റെ പച്ച സ്മെല്ല് പോകോളം നല്ല പാല വഴറ്റിയിട്ടെടുക്കാം. ഇത് വയന്നിട്ടായിട്ടാകുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇടണം. പല പാല വയന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് രണ്ടും ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മണം പോകോളം അതൊന്ന് വഴറ്റാം. നല്ല പാൽ വഴറ്റുക. ഈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇനി ഇപ്പോൾ ഇവിടെ എന്താക്കണം, 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടി. 1 കപ്പ് പാലിന് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 കപ്പ് ചിക്കൻ ചിക്കിയിട്ട്. ഇതിൻ്റെ അളവ്. ഉള്ളിയും പച്ചമുളകും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ബട്ടർ മതിയായിട്ട് ഒരു പീസ് ബട്ടർ ഇട്ടാൽ പാലിന്. ഇതൊരു വൈറ്റ് സോസ് മസാല പോലത്തത്. എന്നിട്ട് ഈ മൈദപ്പൊടീൻ്റെ പച്ചച്ചവ പോകോളം ചെറിയ തീര് മൈദ ഇട്ടാൽ തീ ചെറുതാക്കണമോ. പിന്നെ ചെറിയ തീര് ഇങ്ങനെ നല്ല പാല വരട്ടിയിട്ടെടുക്കാം. സ്മെല്ല് പോകോളം നല്ല പാല ചെറിയ തീയിൽ സ്ലോ ആക്കിയിട്ട് വരട്ടിയെടുത്തിട്ട് എനിക്ക് പിന്നെ പാൽ കൂട്ടേണ്ടത്. പിന്നെ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഉണ്ടാവില്ല, അത് കൂട്ടണം. അപ്പോൾ ഉപ്പ് അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടല്ലോ അമ്മ. അപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളം കൂട്ടിയാൽ അതും കൂട്ടി നല്ല പേസ്റ്റ് പോലെ ആക്കാം. എന്നിട്ട് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പ്രോസസ്ഡ് ചീസ് ഇട്ടിട്ടുണ്ട്. ചീസ് അങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം. ചീസ് ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് കൂടുതൽ. ചീസ് ഇട്ട് നല്ല ഇത് ഇപ്പം നല്ലൊരു പുട്ട് പോലെ പുട്ടിൽ അങ്ങനെയല്ല, ഒരു നമ്മളെ പത്തലിൻ്റെ അരച്ചിട്ടെടുത്ത പോലത്തെ അങ്ങനെ ഒരു പുട്ട് പോലെ ആയിട്ടിട്ട്. ഇപ്പോൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇടണം. പിന്നെ പിസ്സ സീസണിങ് ഇടണം. കുരുമുളക് നമ്മളെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. പച്ചമുളക് ഇട്ടിനല്ലേ, കുരുമുളക് ഇടണം എന്നെങ്കിലും കുറച്ച്. പിന്നെ ചിക്കൻ ചിക്കി എടുത്തത് ഇട്ട് എന്നിട്ട് നല്ല പാല വരട്ടിയിട്ടെടുക്കാം. നല്ല പിന്നെ ചട്ടീന് ഇങ്ങനെ അളിയിട്ട് വരുമ്പോൾ നല്ല ഉണ്ട പോലെ ആവണം. വരട്ടിയാണ് നല്ല വെള്ളം വറ്റണം. പാൽ കൂട്ടിയില്ലേ, അതെല്ലാം വറ്റണം. മല്ലിച്ചപ്പും ചെറുങ്ങനെ കട്ടാക്കിയത് ഇട്ടിട്ട് നല്ല പാൽ വരട്ടിയിട്ടെടുക്കുക. എന്നിട്ട് ഇത് ചൂട് തണിയാൻ വെക്കണം. എന്നിട്ട് നമുക്ക് ഷേപ്പാക്കാൻ പറ്റുമോ. ചൂട് തണിയാൻ പിന്നെ പെട്ടെന്നാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ തണിയുന്നില്ല. ഫുള്ള് റൂം ടെമ്പറേച്ചറിലേക്ക് വരണോ. ഇതെല്ലാം കയ്യിൽ തൊടാൻ പറ്റുന്നത് അങ്ങനെ പറ്റും. ഇതിപ്പോൾ നല്ല പാൽ തന്നിട്ടുണ്ട്, ചൂടുള്ള പാൽ തന്നിട്ടുണ്ട്. പിന്നെ കൈക്കറിച്ച് ഓയിലാക്കിയിട്ട് നമ്മൾ ഷേപ്പാക്കിയിട്ട് എടുക്കുക. ഒരേ ബോൾസിൽ റൗണ്ടാക്കിയിട്ട് വെക്കണം, ബോൾസാക്കിയിട്ട് വെക്കണം. എന്നിട്ട് ഒരേ ഷേപ്പിൽ റോളാക്കിയിട്ട് ഇത് റോളിൻ്റെ ഷേപ്പ് ഉണ്ടാകും ക്രോക്കറ്റൈസ്. അങ്ങനെ എല്ലാം ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഇപ്പം നമുക്ക് ഇതെല്ലാം ഞാൻ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി മുട്ടയും മൈദപ്പൊടിയും വെള്ളം കൂട്ടി കലക്കിയ ബാറ്ററിലേക്ക് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസ് മുക്കണം. ബ്രെഡ് ക്രംസ് മുക്കിയിട്ട് എല്ലാത്തിനും ബ്രെഡ് ക്രംസ് മുക്കാം. എന്നിട്ട് ഫ്രീസറിൽ വെക്കണം. ഇങ്ങനെ അപ്പോഴേക്കപ്പം ഇത് ഓയിലിട്ട് ഫ്രൈ ആക്കിയപ്പോൾ വേണ്ടതല്ല, ഫ്രീസ് ആവണമായിരിക്കും. 2-3 മണിക്കൂറും ഫ്രീസ് ആവണേ കണ്ണൊക്കെ ഇടണമെങ്കിൽ. ഞാനെല്ലാം ഇതാ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 4-5 മണിക്കൂർ വെച്ചിട്ട് ഫുൾ പാല ഫ്രീസായിന്. ഇനി ഇതിനെ കവറിലിട്ടിട്ട് സ്റ്റോർ ആക്കാം. ഇപ്പോൾ ഒരു മാസം വെച്ചെങ്കിൽ എന്താണെന്നില്ല. നോമിനലി ഞാൻ ഇങ്ങനെ 1 മാസമല്ല വെക്കുന്നു. ഇതിന് പിന്നെ ഫ്രീസറോട് കൂടിയിട്ട് ഓയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ആക്കി നോക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും, ബായ്.